ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നോട്ട് ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ഗിവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗിവേ പങ്കെടുക്കുക. ഗിവേ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പം പോയി കാണുക. ഓണം സീരീസിലെ ആദ്യത്തെ ഐറ്റം നമ്മുടെ സ്വന്തം പാലട പ്രഥമൻ. ആദ്യമേ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അടയിട്ട് വേവിച്ചെടുക്കുക. എന്ത് വരുമ്പോൾ അതങ്ങ് ഊറ്റിയെടുക്കണം. അതിനെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് അത് ഊറ്റി മാറ്റിയുടെ സെറ്റാക്കി അങ്ങ് വെച്ചേക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. ആ ബട്ടർ നന്നായി മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണം. പക്ഷേ ബട്ടറും പഞ്ചസാരയും ഒരു കാരണവശാലും കരിയാതെ ശ്രദ്ധിക്കണം. ബട്ടറും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തീ വളരെ സ്ലോയിലായിരിക്കണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു. ഇത് നമ്മൾ ക്യാരമൽ കളർ ആവാനേ പാടുള്ളൂ, കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പായസത്തിന്റെ ടേസ്റ്റും കളറും മൊത്തത്തിൽ ചേഞ്ച് ആവും. ഈ റെസിപ്പി ഞാൻ ചെയ്യുന്ന റെസിപ്പി നമുക്ക് പല രീതിയിലും ചെയ്യാം, പക്ഷേ എനിക്ക് ഈ രീതി ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ രീതി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പഞ്ചസാരയുടെ കളറൊക്കെ ഒന്നും മാറി നല്ലൊരു ക്യാരമൽ നിറം വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഏകദേശം 3/4 ടിൻ കണ്ടൻസ് മിൽക്ക് ഒഴിക്കണം. ഞാനിവിടെ 200 ഗ്രാം അടയാണ് എടുത്തേക്കുന്നത്. അതിനുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന അടയ്ക്കനുസരിച്ച് അളവിൽ മാറ്റം വരുത്തുക. കണ്ടൻസ് മിൽക്ക് ഒഴിക്കുമ്പോൾ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കാരമൽ ഒന്ന് കട്ട പിടിക്കാനും സാധ്യതയുണ്ട്. അത് കാരണം നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രധാനം പിണങ്ങിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ തീ കുറച്ചിട്ട് തന്നെ ചേർക്കണം. അല്ലെങ്കിൽ എന്നെ പോലെ തീ ഓഫ് ചെയ്തിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് അത് നന്നായി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ തീ ഓണാക്കാം. ഇനി നമ്മൾ കണ്ടൻസ് മിൽക്കും ആ കാരമലും കൂടെ നന്നായി ഒന്ന് ചേർന്ന് വരണം. അവർ നന്നായി ഒന്നായതിനു ശേഷം ഞാൻ ഇതിലേക്ക് 2 കവർ പാലാണ് ചേർത്തേക്കുന്നത്. 2 കവർ പാൽ ഞാൻ ചൂടാക്കിയതിനു ശേഷം ചേർത്തേക്കുന്നത്. പാലില്ല നമുക്കറിയത്തില്ല ചിലപ്പോൾ കേടായതായിരിക്കുമെന്ന്, അതുകൊണ്ടൊന്നും ഞാൻ ചൂടാക്കി. അത് മാത്രമാണ് നമ്മളെ കാരമലും കണ്ടൻസ് മിൽക്കൊക്കെ സെറ്റ് ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ തണുത്ത പാലത്ത് ഒഴിച്ച് ചിലപ്പോൾ അതൊന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ചൂടാക്കിയത്. അപ്പം നിങ്ങൾ തണുത്ത പാല ചേർക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളെ കാരമലും കണ്ടൻസ് മിൽക്കും കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, പാൽ തിളക്കുന്നതനുസരിച്ച് അത് ശരിയായിക്കോളും. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി ഇളക്കിക്കൊണ്ടിരിക്കലാണ്. ഇങ്ങനെ വെറുതെ ഒന്ന് ഇളക്കി വിട്ടിട്ട് പോയാൽ പറ്റില്ല കേട്ടോ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാലും തമ്മിൽ നന്നായി അലിഞ്ഞു ചേരണം. അല്ലാതെ നമ്മൾ കൈയെടുത്ത് 2 മിനിറ്റ് വിശ്രമിക്കാൻ പോയാൽ താഴെ കിടക്കുന്ന കാരമൽ പറയും, ഇവിടെ ഞാൻ നടുക്കി പിടിച്ചോട്ടെ. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാരമലിന്റെ മനോഹരമായ നിറവും നമ്മളെ പാലിലേക്ക് ഇറങ്ങി വരും. അത് മാത്രമല്ല ആരെയും കുതിപ്പിക്കുന്ന പാലിന്റെ പ്രധാന മണവും നമ്മളെ മൂക്കിലേക്ക് അടിച്ചു കയറും. ചൂടായ പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ എന്റെ പാൽ പെട്ടെന്ന് തിളച്ചു. അപ്പൊ ഞാൻ ഇതിലേക്ക് അട ചേർത്തിട്ടുണ്ട്. അട വേവിച്ച് ഊറ്റിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ നിന്ന് കഴുകിയതുകൊണ്ട് തന്നെ അട തീരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, നമുക്ക് വിട്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കണം, പക്ഷെ ഇളക്കൊന്നും നിർത്തിയാൽ പണി പാളും കേട്ടോ. പാത്രത്തിന്റെ അടിയിൽ കിടന്ന് നമ്മൾ പിണങ്ങും, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? അട നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പായസം റെഡി ആകുന്നവരെ നമ്മളെ കഴിക്കുന്ന റെസ്റ്റ് ഇല്ല. അതിന്റെ ശരിക്കുള്ള രൂപത്തിലും ഭാവത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പായസം കുടിക്കാൻ എളുപ്പമാണല്ലേ, പക്ഷെ ഉണ്ടാക്കാനാണ് പാട്. ഉണ്ടാക്കാൻ പാടുന്നില്ല. നമുക്ക് ഈ പായസങ്ങൾ ബുദ്ധിമുട്ടൊന്നും ചെയ്യാൻ ഇളക്കിക്കൊണ്ടിരിക്കലാണ്. നമ്മൾ ഈ ഇളക്കാൻ ഒരു മടിയും കാണിച്ചില്ലെങ്കിൽ നമുക്ക് കാടിപ്പോളി പായസം കുടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഇളക്കലിൽ ഒരു മടിയും കാണിക്കല്ലേ. കൂടുതൽ കുടിക്കാൻ തുടങ്ങിയത് മലപ്പുറത്ത് തന്നെ ശേഷം. കാരണം ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും ഫസ്റ്റ് പൊസിഷൻ അടപ്രഥമനാണ്. മലപ്പുറമാണ് ഫസ്റ്റ് പൊസിഷൻ. ഇവിടെ ഞങ്ങൾ അടപ്രഥമൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഓണത്തിന് ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾ പല പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാത്ത ഇങ്ങനെ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെ പല ഫ്ലോപ്പ് ആവത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം ഏതെന്ന്, നിങ്ങൾ തിരുവോണത്തിന് ഏത് പായസം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്നും നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ പാലടപ്രഥമൻ ഇപ്പൊ അതിന്റെ അവസാന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. പാൽ, അട, ക്യാരമൽ ഇതെല്ലാം കൂടി നല്ലോണം മിക്സായി പതുക്കെ കുറുകി വരുന്നത് നിങ്ങൾക്ക് ഇപ്പം കാണാം. നല്ലതുപോലെ ചേഞ്ച് ആയി വരുന്നുണ്ട്. കൂടി ചേർന്ന് പാലടിക്ക് നല്ല റിച്ച് ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്തത് ഞാൻ പറയാൻ വിട്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുവാണ്. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യും. കാരണം ഇത് ഇരിക്കും തോറും നന്നായിട്ട് ഒന്നുകൂടി കുറുകും. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് ഇളക്കുന്ന കാര്യം വെച്ചാൽ പാലപ്രഥമൻ സിമ്പിളോടെ ടേസ്റ്റിയാണ്. പാലപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് ഇവിടെ കമന്റ് ചെയ്യുക. അപ്പം വീഡിയോസ് കാണുന്നവരെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ ഗൈസ്. വീഡിയോ കാണുന്നവരെ